നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. തൃശൂർ ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് കവർച്ചാ കേസിലെ പ്രതി പിടിയിൽ. ചാലക്കുടി ആശാരിപ്പാറ സ്വദേശി റിജോ ആന്റണിയാണ് പിടിയിലായത്. കടം വീട്ടാൻ വേണ്ടിയാണ് കൊള്ളയടിച്ചതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. മോഷ്ടിച്ച 15 ലക്ഷം രൂപയിൽ 10 ലക്ഷം രൂപ കണ്ടെത്തി. വളരെ പ്ലാൻഡാണ് ഓപ്പറേഷൻ. വളരെ പ്ലാൻഡ് എന്ന് പറയുന്നത്, അയാൾ ഹെൽമറ്റ് വെച്ചു. ഹെൽമറ്റ് വെക്കുന്നതിന് മുമ്പ് തന്നെ അകത്ത് ഇയാളൊരു മങ്കി ക്യാപ്പ്, ഒരു മാസ്ക് വെച്ചിട്ടാണ് ഹെൽമറ്റ് വെച്ചത്. കാരണം ഒരു തരത്തിലും ഐഡൻറ്റിഫൈ ചെയ്തത്. അയാൾക്കറിയാം CCTV ഉണ്ടാകും. CCTVയിലെ ഐഡൻറ്റിഫിക്കേഷനാണ് പോലീസ് പിടിക്കുന്നതെന്ന് അറിയാവുന്നത് കൊണ്ട് ഒരു തരത്തിലും ഐഡൻറ്റിഫൈ ചെയ്തതെന്നുള്ള വളരെ ശ്രദ്ധയോടെ, മുൻകൂട്ടിയുള്ള കരുതലോടെ വെൽ പ്ലാൻഡ് ഓപ്പറേഷനായിരുന്നു അയാൾ ചെയ്തത്. സൂരജ് സജി തത്സമയ വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്നും ചേരുന്നു. സൂരജ്, 2 ദിവസം മുൻപാണ് നമ്മളെല്ലാം ഞെട്ടിപ്പിച്ച ആ വാർത്ത വന്നത്, ബാങ്ക് കൊള്ളയുടെ വാർത്ത. അതിലെ പ്രതി ഇപ്പോൾ പിടിയിലായിരിക്കുന്നു. ചാലക്കുടി ആശാരിപ്പാറ സ്വദേശിയായ റിജോ ആന്റണിയാണ് പ്രതി. എന്തിനാണ് ഈ കൃത്യം നടത്തിയെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി പോലീസിനോട് പ്രതി പറഞ്ഞിട്ടുണ്ടെന്ന് കരുതുന്നു. നേരത്തെ ഈ മൊഴികളിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് പോലീസ് പറഞ്ഞിരുന്നു. ആ വൈരുദ്ധ്യങ്ങളെല്ലാം നീങ്ങിയോ? നിലവിലെ അവസ്ഥ എന്താണ്? ഇനിയുള്ള തുടർ നടപടി എന്ത് പോലീസിന്റെ ഭാഗത്തുനിന്നും? പ്രജിൻ, 36 മണിക്കൂർ ഒളിവിൽ കഴിഞ്ഞ, ഒരിക്കലും തന്നെ പോലീസ് പിടിക്കില്ല എന്ന ആത്മവിശ്വാസത്തോടുകൂടി ഒളിവിൽ കഴിഞ്ഞ പ്രതിയാണ് ഇപ്പോൾ പോലീസിന്റെ വലയിലായിരിക്കുന്നത്. പോലീസിനെ സംബന്ധിച്ച അഭിമാന നേട്ടമാണ്. നിലവിൽ ഡിവൈഎസ്പിയുടെ ഓഫീസിലാണ് പ്രതിയെ കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരുന്നത്. അവിടെ നിന്ന് പ്രതിയെ ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അതായത് പ്രതിയോട് പ്രാഥമികമായുള്ള വിവരങ്ങൾ പോലീസ് ചോദിച്ചറിയുകയും ചെയ്തു. അതിൽ നിന്ന് പ്രതി പറയുന്നത് ഇപ്രകാരമാണ്: 2020 വരെ പ്രതി വിദേശത്തായിരുന്നു ജോലി ചെയ്തിരുന്നത്. അവിടെ നിന്ന് മടങ്ങിയെത്തിയ ശേഷം വേറെ തൊഴിലിനൊന്നും പ്രതി പോയിരുന്നില്ല. 2 വർഷം മുമ്പാണ് ഇപ്പോൾ താമസിക്കുന്ന ആശാരിപ്പാറയിലെ വീട്ടിലേക്ക് താമസം മാറുന്നത്. ഭാര്യ വിദേശത്താണ് ജോലി ചെയ്യുന്നത്. കഴിഞ്ഞ ഏപ്രിൽ അവർ വന്ന് തിരികെ പോവുകയും ചെയ്തു. ഈ ഏപ്രിലിൽ ഭാര്യ വരാനിരിക്കുകയാണ്. ഇതിനിടയിൽ കഴിഞ്ഞ 1 വർഷത്തിനിടെ ഇവർ ജോലി ചെയ്ത് അവിടെ നിന്ന് അയച്ച പണം മുഴുവൻ ഇയാളുടെ അക്കൗണ്ടിലായിരുന്നു, പ്രതിയുടെ അക്കൗണ്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പണം പലപ്പോഴായി റിജോ ചിലവഴിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ചില പലിശക്കാരുടെ കയ്യിൽ നിന്നടക്കം പണം വാങ്ങുകയും ചെയ്തു. അടുത്ത മാസം ഭാര്യ എത്തിയാൽ ഈ വിവരമെല്ലാം ഭാര്യ അറിയും എന്ന ഒരു ആദിയിൽ നിന്നാണ് ഈ മോഷണം എന്ന ആശയത്തിലേക്ക് ഇയാൾ എത്തിയതെന്നുള്ളതാണ് പ്രതി നൽകിയിരിക്കുന്ന മൊഴി. ഫെഡറൽ ബാങ്കിന് സമീപം ഈ സുഹൃത്തുക്കളെയൊക്കെ കാണുന്നതിന് വേണ്ടി എത്തിയ സമയത്താണ് ഈ ബാങ്ക് ഇയാളുടെ നോട്ടത്തിൽപ്പെടുന്നത്. അതിന് സമീപത്തൊക്കെ ഇയാളുടെ സുഹൃത്തുക്കളുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അവിടെ സെക്യൂരിറ്റി ഇല്ല എന്ന വിവരം ഇയാൾ മനസ്സിലാക്കുന്നു. എതിർവശത്തുള്ള പള്ളിയിൽ വന്നപ്പോഴാണ് ഇയാൾക്ക് ഇവിടെ നിന്ന് മോഷണം നടത്താം എന്ന ആശയത്തിലേക്ക് ഇയാൾ എത്തുന്നു. പിന്നീട് ഈ ബാങ്കിലെത്തി അവിടുത്തെ സ്ഥിതിഗതികൾ അടക്കം പ്രതി വിലയിരുത്തുകയും ചെയ്തു. അതിനുശേഷം ദിവസങ്ങളുടെ ആസൂത്രണമാണ് പ്രതി ഇതിനുവേണ്ടി നടത്തിയത്. അതായത് സ്വാഭാവികമായും ഈ മോഷണം നടന്നു കഴിഞ്ഞാൽ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിക്കും. അങ്ങനെ CCTV ദൃശ്യങ്ങളിൽ പെടാതിരിക്കുന്നതിന് വേണ്ടി ഇയാൾ 3 ഡ്രസ്സുകളാണ്, അതായത് 2 ടീഷർട്ട്, അതിന് മുകളിൽ ഒരു ജാക്കറ്റ് അടക്കം ധരിച്ചുകൊണ്ടാണ് ഈ മോഷണത്തിന് എത്തിയതെന്നുള്ളതാണ് പ്രതി പറയുന്നത്. അതോടൊപ്പം തന്നെ ഹെൽമറ്റിനകത്ത് മങ്കി ക്യാപ്പും ധരിച്ചിരുന്നു. അവിടെ നിന്ന് 3 മിനിറ്റ് കൊണ്ട് മോഷണം നടത്തി ഈ ബാങ്കിൽ നിന്ന് മടങ്ങിയ പ്രതി ഈ ദേശീയപാതയിൽ കയറിയ ശേഷം ഈ ജാക്കറ്റ് മാറ്റുന്നു. അവിടെ നിന്ന് പിന്നീടും പ്രതി സ്കൂട്ടറിൽ യാത്ര തുടരുകയാണ്. ഈ നമ്പർ പ്ലേറ്റ് അടക്കം അവിടെ നിന്ന് അഴിച്ചു മാറ്റി സ്വന്തം നമ്പർ പ്ലേറ്റിൽ പ്രതി യാത്ര ചെയ്യുന്നു. അതിനിടയിൽ വീണ്ടും അടുത്ത ടീഷർട്ട് മാറുന്നു. അങ്ങനെ ഈ 2 വസ്ത്രങ്ങൾ ഈ പ്രതി മാറുകയും ചെയ്തു. അങ്ങനെ പോലീസ് ഈ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഒരു സാധാരണ ആൾ കടന്നു പോകുന്ന പോലെ ഇയാൾ ഈ ദൃശ്യങ്ങളിലൂടെ കടന്നുപോയി. പക്ഷേ പോലീസ് ചെയ്തത് ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ടവർ ലൊക്കേഷനുകൾ ഉണ്ടായിരുന്ന ഫോൺ നമ്പറിന്റെ മാസ് നമ്പറുകൾ കളക്ട് ചെയ്തു. ഇതിൽ നിന്ന് ഈ CCTV ദൃശ്യത്തിൽ കാണുന്ന ദിശയിലേക്ക് പോയ മൊബൈൽ നമ്പറുകൾ പോലീസ് ട്രേസ് ചെയ്തു. അത് 3 തവണയും പോയത് ഇയാളുടെ ഈ വാഹനത്തിലേക്കാണ്. പക്ഷേ ആ സമയത്തെല്ലാം തന്നെ ഈ വാഹനത്തിലുള്ള ആൾ ഡ്രസ്സ് മാറുന്നു. വാഹനത്തിന്റെ മിറർ അടക്കം അഴിച്ചു വെച്ചിരുന്നു. അത് പിന്നീട് ഈ റണ്ണിങ്ങിലാണ് ഇയാൾ ഇത് ഫിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ തവണ കാണുമ്പോഴും വാഹനത്തിൽ മാറ്റം ഉണ്ടാകുന്നു. പക്ഷേ ഇയാൾ ധരിച്ചിരുന്ന ഷൂ മാത്രം ഇയാൾ മാറ്റിയിരുന്നില്ല. ആ ഷൂ ആണ് ഇതിൽ ഏറെ നിർണായകമാകുന്നത്. ഈ ഷൂവിന്റെ നിറം വെച്ചാണ് പോലീസ് ഈ പ്രതിയെ പിടികൂടുന്നതിലേക്ക് അടക്കം നയിച്ചത്. പിന്നീട് ഹൈവേയിൽ നടത്തിയ കൂടുതൽ പരിശോധന ഇയാൾ ഈ ജാക്കറ്റ് അടക്കം മാറുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പോലീസ് കണ്ടെടുത്തു. അങ്ങനെയാണ് ഇന്ന് വൈകുന്നേരം 7 മണിയോടുകൂടി ഈ പേരാമ്പ്രയിലുള്ള ആശാരിപ്പാറയിലെ ഇയാളുടെ വീട്ടിലെത്തി പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം കൂടിയുള്ള പ്രജിൻ. ഇന്ന് ഉച്ചയ്ക്ക് അവിടെ ഇയാളുടെ മതപരമായ ചടങ്ങുകളുടെ ഭാഗമായി അവിടെ ഒരു കുടുംബ സംഗമം അടക്കം നടന്നിരുന്നു. ആ സമയത്തെല്ലാം ഇയാൾ വളരെ കൂളായി നാട്ടുകാരോടക്കം ഇടപെട്ട ആളാണ്. അവിടെ വന്ന ആളുകളോട് അത്രമാത്രം ഇടപഴകി. ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട ഒരാളുടെ ഭാവത്തോടു കൂടി ആയിരുന്നില്ല ഈ
ഈ പ്രതി അവരോടൊക്കെ പെരുമാറിയതെന്നുള്ളതാണ് പറയുന്നത്. നാട്ടിലെല്ലാം സൗമ്യമായി ഇടപെടുന്ന ഒരു വ്യക്തി, ഇയാളിൽ നിന്ന് ഒരിക്കലും ഇത്തരത്തിലൊരു കുറ്റകൃത്യം ഉണ്ടാകുമെന്ന് ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അത്രമാത്രം വെൽ സെറ്റിൽഡ് ആയ ഒരു ഫാമിലി ആയിരുന്നു. ഇയാൾ ഈ 15 ലക്ഷം രൂപ മോഷ്ടിച്ചതിൽ നിന്ന് ഇതിനോടകം തന്നെ കുറച്ച് പൈസ ഈ ഒരു പലിശക്കാരന് ഈ മടക്കി കൊടുക്കാനുള്ള തുകയായി അത് മടക്കി നൽകുകയും ചെയ്തു എന്നുള്ളതാണ് മൊഴി നൽകിയിരിക്കുന്നത്. ബാക്കി തുക ഇയാളുടെ വീടിന്റെ 1ാമത്തെ നിലയിൽ നിന്ന് പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ജീവിതത്തിലുടനീളം ഇയാൾ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇയാൾ നടത്തി വന്നിരുന്ന ദൂർത്താണ് ഈ മോഷണത്തിലേക്ക് നയിച്ചത്. ഒരുപക്ഷെ ഇയാൾ ഈ സത്യം വീട്ടുകാരോട് തുടർന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇയാൾക്ക് ഇപ്പോൾ ഈ മോഷണം നടത്തേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടാകില്ലായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും ദൂർത്ത് ഒരു മോഷണത്തിലേക്ക് കലാശിച്ചു. ആ മോഷണം 36 മണിക്കൂറിന് ശേഷം ഒരു തെളിവുമില്ലാതിരുന്ന ഒരു കേസ്, അത് പോലീസിന്റെ നിർണായകമായ കണ്ടെത്തലുകളിലൂടെ ഇപ്പോൾ ആ പ്രതിയെ കണ്ടെത്തിയിരിക്കുന്നു. പ്രജിത്ത്, അമേരിക്കയിലെ ഇന്ത്യൻ അനധികൃത കുടിയേറ്റക്കാരുമായുള്ള 3ാമത്തെ വിമാനം അമൃത്സറിലെത്തിയെന്ന വാർത്ത ഇപ്പോൾ വരുന്നു. 112 അനധികൃത കുടിയേറ്റക്കാരുമായാണ് വിമാനം എത്തിയിരിക്കുന്നത്. ഇതുവരെ രാജ്യത്ത് തിരികെ എത്തിയവരുടെ എണ്ണം 333 ഉയർന്നിട്ടുണ്ട്. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അച്യുതൻ, 3ാമത്തെ വിമാനവും എത്തിയിരിക്കുന്നു. അമൃത്സറിലേക്ക് തന്നെയാണ് മാറ്റമില്ലാതെ ഇപ്പോൾ ഈ വിമാനം എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ ഉള്ള ഈ 112 പേർ അവർ വീണ്ടും ഈ കൈവിലങ്ങണിയിച്ചാണ് ഇവരെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന കാര്യമാണ് ഏറെ പ്രാധാന്യത്തോടെ അറിയേണ്ടത്. അത്തരം വിശദാംശങ്ങൾ ലഭിക്കുന്നുണ്ടോ? പ്രജിൻ, യുഎസിലെ ഇന്ത്യൻ അനധികൃത കുടിയേറ്റക്കാരുമായുള്ള 3ാമത്തെ വിമാനം ഏതാണ്ട് 10-10:15 കൂടിയാണ് അമൃത്സറിലെ വിമാനത്താവളത്തിൽ എത്തിയിരിക്കുന്നത്. 112 അനധികൃത കുടിയേറ്റക്കാരുമായാണ് വിമാനം ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ഇതിൽ പുരുഷന്മാരെ വിലങ്ങണിയിച്ച് തന്നെയാണ് എത്തിച്ചെന്ന വിവരങ്ങൾ, റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇന്നലെ 11:35 മറ്റൊരു വിമാനം, 2ാമത്തെ സംഘം ഇന്നലെ രാജ്യത്ത് തിരികെ എത്തിച്ചിരുന്നു. അതിൽ 117 പേരാണ് ഉണ്ടായിരുന്നത്. ആദ്യത്തെ തവണ 104 പേരെയാണ് തിരിച്ചയച്ചത്. അങ്ങനെ ഇതുവരെ രാജ്യത്ത് തിരികെ എത്തിയവരുടെ എണ്ണം ഏതാണ്ട് 333 പേരോളമാണ് ഇപ്പോൾ രാജ്യത്ത് മടങ്ങിയെത്തിയിരിക്കുന്നത്. യുഎസിന്റെ സൈനിക വിമാനം C-17 ഗ്ലോബാസ്റ്റർ തന്നെയാണ് ഈ സംഘത്തെയും ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. എന്തായാലും നേരത്തെ ഈ കയ്യിൽ വിലങ്ങണിയിച്ചും കാലിൽ ചങ്ങലയും ഇട്ട് തിരിച്ചയച്ച നടപടിയിൽ ഇന്ത്യ ആശങ്ക അറിയിച്ചിരുന്നു. അതിലിപ്പോൾ ഇന്നലെ എത്തിയ സംഘത്തിൽ സ്ത്രീകളെ വിലങ്ങണിയിക്കാതെയാണ് എത്തിച്ചത്, മറിച്ച് പുരുഷന്മാരുടെ കൈകളിൽ വിലങ്ങണിയിച്ച് തന്നെയാണ് എത്തിച്ചത് എന്ന റിപ്പോർട്ടുകൾ ഇന്നലത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. ഇന്നും അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 10 മണിയോട് കൂടിയാണ് ഈ വിമാനം അമൃത്സറിൽ എത്തിയത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും 112 പേരുമായാണ് ഇപ്പോൾ ഈ സംഘം, 3ാമത്തെ സംഘം ഇപ്പോൾ അമൃത്സറിൽ എത്തിയിരിക്കുന്നത്. രേഖകളിൽ മതിയായ രേഖകളില്ലാതെ അമേരിക്കയിൽ തങ്ങിയ അടുത്ത സംഘത്തെയാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് തിരികെ അയച്ചിരിക്കുന്നത്. അമേരിക്കയുടെ യുദ്ധവിമാനത്തിലാണ് ഇപ്പോൾ ഈ 112 പേരെയും ഇന്ത്യയിലേക്ക് തിരികെ അയച്ചിരിക്കുന്നത്. അമൃത്സറിലാണ് വിമാനം ഇറങ്ങിയത്. ഇതോടെ 333 പേർ ഈ രീതിയിൽ അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് നാടുകടത്തപ്പെട്ടു. ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. ഇടുക്കിയിൽ വീണ്ടും കാട്ടുകൊമ്പൻ പടയപ്പയുടെ ആക്രമണം. മൂന്നാർ ദേവികുളം റോഡിൽ സിഗ്നൽ പോയിന്റിന് സമീപം നെറ്റിക്കുടി റോഡിൽ പടയപ്പ വാഹനം ആക്രമിച്ചു. നെറ്റിക്കുടിയിൽ നിന്നും മൂന്നാറിലേക്ക് പോയ ഗ്യാസ് വണ്ടിയുടെ മുൻവശത്തെ ഗ്ലാസ് കാട്ടാന തകർത്തു. രാഹുൽ വിജയനാണ് ഈ വിശദാംശങ്ങൾ നൽകിയത്. ഇതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പടയപ്പ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മേഖലയിൽ ആകെ ആക്രമണം അഴിച്ചുവിടുന്നുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലത്തെ വാർത്തയാണ് ഇപ്പോൾ രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്നും പങ്കുവച്ചത്. മൂന്നാറിനടുത്ത് ഒപ്പം ഈ നെറ്റിക്കുടി റോഡിലാണ് പടയപ്പ വാഹനം ആക്രമിച്ചത്. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയുള്ള ലേഖനം വിശദീകരിച്ചും നിലപാടിൽ ഉറച്ചും ഡോക്ടർ ശശി തരൂർ MP. കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചയെപ്പറ്റിയാണ് ലേഖനമെന്നും സംസ്ഥാന സർക്കാരിനെ എല്ലാ കാര്യങ്ങളിലും പിന്തുണച്ചിട്ടില്ലെന്നും തരൂർ വ്യക്തമാക്കി. ശശി തരൂരിനെ തിരുത്തി മുസ്ലിം ലീഗ് രംഗത്തെത്തി. കിൻഫ്രയും ഇൻഫോപാക്കും തുടങ്ങിയത് UDFന്റെ കാലത്താണെന്ന് PK കുഞ്ഞാലിക്കുട്ടി ഓർമ്മിപ്പിച്ചു. തരൂരിനെ പരസ്യമായി തള്ളി കോൺഗ്രസ് നേതാക്കൾ ഇന്നും രംഗത്തു വന്നു. കേരളത്തിലെ വ്യവസായ അന്തരീക്ഷത്തെ പുകഴ്ത്തിയുള്ള ലേഖനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ശശി തരൂർ. പറഞ്ഞത് തിരുത്തിയില്ലെങ്കിലും അല്പം മയപ്പെടുത്തി ഫേസ്ബുക്കിലൂടെ പ്രതികരണം നടത്തി. പിന്നാലെ മാധ്യമങ്ങൾക്ക് മുൻപിൽ പോരിനുറച്ചു തന്നെ എന്ന പ്രഖ്യാപനം. തന്റെ ലേഖനം ഇംഗ്ലീഷ് വായിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന പരിഹാസം. ഞാൻ ആവശ്യപ്പെട്ടൊരു കാര്യം കേരളത്തിൽ ഇപ്പോൾ ചെയ്യാൻ അവർ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ ഞാൻ അംഗീകരിക്കേണ്ടത്. ഞാൻ ഈ ആർട്ടിക്കിളിൽ കേരള എക്കോണമിയെക്കുറിച്ച് മൊത്തം എഴുതിയതല്ല. ഞാൻ സ്റ്റാർട്ടപ്സിനെ കുറിച്ച് മാത്രമാണ്. അത് ഇംഗ്ലീഷ് വായിക്കുന്നവർക്ക് അത് മനസ്സിലാവാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഞാൻ ഒരു ആർട്ടിക്കിളിൽ ഒരു വിഷയത്തിനെക്കുറിച്ച് പറഞ്ഞു. അതിലും ഫാക്ട്സും ഫിഗേഴ്സിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. പ്രവർത്തക സമിതി അംഗത്വം രാജിവെച്ച ശേഷം വ്യക്തിപരമായ അഭിപ്രായം പറയണമെന്ന് MM ഹസൻ. ഒരു പാർട്ടിയുടെ MP കോൺഗ്രസിൻ്റെ അത്യുന്നത സമിതിയിലെ
ഒരു വർക്കിംഗ് കമ്മിറ്റി മെമ്പറായ അദ്ദേഹം ഇങ്ങനെ സ്വതന്ത്രമായ അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി അങ്ങനെ സ്വതന്ത്രമായ അഭിപ്രായം പറയണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹം മിനിമം ചെയ്യേണ്ട ഒരു കാര്യം ആ അത്യുന്നത സമിതിയിൽ നിന്ന് ഒഴിഞ്ഞു നിന്നിട്ട് വേണം ഇത്തരം സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പറയാൻ. ശശി തരൂരിന്റെ നിലപാടിൽ മുസ്ലിം ലീഗിനും എതിർപ്പുണ്ട്. രാഷ്ട്രീയ സാഹചര്യത്തെ ഗൗരവത്തോടെ കാണുന്നുവെന്നും പറയേണ്ട സ്ഥലത്ത് പറയാൻ കെൽപ്പുള്ള പാർട്ടിയാണ് ലീഗെന്നും PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. പിൽക്കാലത്ത് കേരളത്തിൽ വന്ന വ്യവസായങ്ങൾ 90% കിൻഫ്ര പാർക്കിനകത്താണ്. അപ്പോൾ കേരളത്തിൽ വ്യവസായ രംഗത്ത് വമ്പിച്ച മാറ്റം വരുത്തിയത് UDF ഗവൺമെൻറ്റുകളാണ്. പക്ഷേ വ്യവസായ അന്തരീക്ഷം എന്ന പ്രശ്നം കേരളത്തിലുണ്ടായിരുന്നില്ലെങ്കിൽ അത് ഈ പറഞ്ഞ നോക്കുകൂലിയും ഇൻവെസ്റ്റേഴ്സിന് നേരിടേണ്ടി വരുന്ന ഭീഷണിയും കാര്യങ്ങളും മറ്റുമൊക്കെയാണ്. ഹൈക്കമാൻഡ് ഉൾപ്പെടെ ശശി തരൂരിന്റെ നിലപാടിനെ തള്ളി. കേരളത്തിൽ വേണ്ടത്ര പരിഗണന കിട്ടാത്തതാണ് തരൂരിന്റെ എതിർപ്പിന് കാരണമെന്നാണ് സൂചന. നടപടിയെടുക്കണമെന്നാവശ്യപ്പെടുന്നവരും കോൺഗ്രസിലുണ്ട്. അതേസമയം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ഇനിയും എഴുതാനുണ്ടെന്നുമാണ് ശശി തരൂരിന്റെ നിലപാട്. 24 തിരുവനന്തപുരം. സംസ്ഥാനത്തെ വ്യവസായ അന്തരീക്ഷത്തെ പുകഴ്ത്തിയുള്ള ഡോക്ടർ ശശി തരൂരിന്റെ ലേഖനത്തിന് പരോക്ഷ മറുപടിയുമായി KPCC അധ്യക്ഷൻ K സുധാകരൻ. പേരെടുത്ത് പറയാതെയാണ് K സുധാകരന്റെ മറുപടി. കോഴിക്കടകളും തട്ടുകടകളും ചേർന്നതാണ് വ്യവസായ മന്ത്രിയുടെ കണക്കെന്നാണ് പരിഹാസം. പൂട്ടിപ്പോയ കടകൾ വരെ ഉൾപ്പെടുത്തിയാണ് ചെറുകിട സംരംഭങ്ങളുടെ കാര്യത്തിൽ വലിയ മുന്നേറ്റം എന്ന് അവകാശപ്പെടുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഉദ്യം പദ്ധതിയിൽ കടകളുടെ രജിസ്ട്രേഷൻ നടത്തിയതോടെയാണ് സംരംഭങ്ങളുടെ എണ്ണത്തിൽ വർധനയുണ്ടായത്. പുതുതായി തുടങ്ങിയ 2.9 ലക്ഷം സംരംഭങ്ങളുടെ പട്ടിക പുറത്തുവിടാനും വ്യവസായ മന്ത്രിയെ KPCC അധ്യക്ഷൻ വെല്ലുവിളിച്ചു. കോൺഗ്രസിന്റെ മറ്റെല്ലാ നേതാക്കളും ശശി തരൂരിന്റെ ലേഖനത്തെ തള്ളിപ്പറഞ്ഞപ്പോൾ ലേഖനം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് മാത്രമായിരുന്നു K സുധാകരന്റെ നിലപാട്. തിരുവനന്തപുരം പോത്തൻകോട് 2 പേർക്ക് വെട്ടേറ്റു. പരിക്കേറ്റ പന്തലക്കോട് സ്വദേശികളായ രാജേഷ്, മഹേഷ് എന്നിവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ചാരുമൂട് സ്വദേശി കൊച്ചുമോനാണ് ഇവരെ വെട്ടിയത്. ഇയാൾ ഒളിവിലാണ് എന്നും പോലീസ് പറയുന്നു. MG പ്രതീഷ് നൽകുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും. പ്രതീഷ്, എപ്പോഴാണ് ഈ അടിപിടി ഉണ്ടായത്? എന്താണ് സംഭവിച്ചത്? കാരണം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? പ്രജിൻ, ഇന്ന് രാത്രി 9 മണിയോട് കൂടിയാണ് ഈ തിരുവനന്തപുരം പോത്തൻകോട് 2 പേർക്ക് വെട്ടേറ്റത്. കുടുംബ പ്രശ്നം സംസാരിക്കുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത് എന്നാണ് പോലീസ് പ്രാഥമികമായും പറയുന്നത്. പോത്തൻകോട് പന്തലക്കോട് സ്വദേശികളായ 2 പേർക്കാണ്, രാജേഷ്, മഹേഷ് എന്നീ 2 പേർക്കാണ് വെട്ടേറ്റത്. ചാരുമൂട് സ്വദേശി കൊച്ചുമോനാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറയുന്നു. കുടുംബ പ്രശ്നം സംസാരിക്കുന്നതിനിടെ ഈ വെട്ടേറ്റ 2 പേരും മറ്റൊരു സുഹൃത്തും ചേർന്ന് ഈ ആക്രമിച്ച കൊച്ചുമോനെ മർദ്ദിച്ചിരുന്നു. ഈ ഘട്ടത്തിൽ കയ്യിൽ കരുതിയിരുന്ന ഒരു കത്തി ഉപയോഗിച്ച രാജേഷിനെയും മഹേഷിനെയും വെട്ടുകയായിരുന്നു എന്നതാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഈ പരിക്കേറ്റ രാജേഷിനെയും മഹേഷിനെയും നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആക്രമണത്തിന് പിന്നാലെ കൊച്ചുമോൻ ഒളിവിൽ പോയിട്ടുണ്ട്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നുണ്ട്. അധികം വൈകാതെ തന്നെ ഈ പ്രതിയെ പിടികൂടാൻ കഴിയുമെന്നതാണ് പോലീസ് നിലവിൽ പറയുന്ന കാര്യം. ഈ ബന്ധുക്കളിൽ നിന്നടക്കം, ആ ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരിൽ നിന്ന്, ബന്ധുക്കളിൽ നിന്നടക്കം നിലവിൽ പോലീസ് മൊഴിയെടുത്തുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് നടത്തി വരുന്നത്. പ്രജിൻ, ശരി, MG പ്രതീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. പാതിവില തട്ടിപ്പിൽ സംസ്ഥാന സർക്കാരിനെ മറയാക്കി സായിഗ്രാമം എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദകുമാറിന്റെ തട്ടിപ്പ്. സർക്കാർ നൽകിയ ഭൂമിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി നിർമ്മിക്കുമെന്ന പേരിൽ പലരിൽ നിന്നായി ലക്ഷങ്ങളാണ് തട്ടിയത്. ഭൂമി തിരിച്ചുപിടിക്കാൻ നടപടികൾ ആരംഭിച്ചുവെന്ന് ഉദുമ MLA CH കുഞ്ഞമ്പു 24-നോട് പറഞ്ഞു. കാസർഗോഡ് പെരിയ കാഞ്ഞിരടക്കത്ത എൻഡോസൾഫാൻ ദുരിതബാധിതർ, അമ്മമാർ, കുഞ്ഞുങ്ങൾ എന്നിവർക്ക് മാത്രമായി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി നിർമ്മിക്കുമെന്ന പേരിൽ സത്യസായി ട്രസ്റ്റാണ് സർക്കാരിനെ സമീപിച്ചത്. എല്ലാവർക്കും സൗജന്യ ചികിത്സ നൽകാമെന്ന ധാരണയിൽ 2016 ഉമ്മൻചാണ്ടി സർക്കാർ 5 ഏക്കർ ഭൂമി ട്രസ്റ്റിന് പതിച്ചു നൽകി. ഇതിന് പിന്നാലെ KN ആനന്ദകുമാറിന്റെ നേതൃത്വത്തിൽ പ്രദേശത്തെ വ്യാപാരികളെയും സാധാരണക്കാരെയും നേരിൽ കണ്ട പണം സമാഹരിച്ചു. പലരും ലക്ഷങ്ങളാണ് നൽകിയത്. ഉമ്മൻചാണ്ടി ശിലാസ്ഥാപനം നടത്തിയ അതേ വേദിയിൽ വെച്ചായിരുന്നു പലരും ചെക്ക് കൈമാറിയത്. ഞാൻ ആശുപത്രി വരുമെന്ന് പറഞ്ഞൊരു സന്തോഷമായിരുന്നു കാഞ്ഞിരക്കൽ ഈ നാട്ടുകാരുടെ. അങ്ങനെ വന്നപ്പോഴേക്ക് ഉമ്മൻചാണ്ടി സർക്കാർ വന്നപ്പോഴേക്ക് അവരുടെ പേരിലാണ് ഞാൻ ഇവിടെ ഒരു മീറ്റിംഗ് കൂടുകയും അവിടുന്ന് ഒരു 1 ലക്ഷം രൂപ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. 25,000 രൂപ ഞാൻ ക്യാഷ് ചെക്ക് കൊടുക്കുകയും ചെയ്തു ആ ഉദ്ഘാടനത്തിൽ നിന്ന്. എൻ്റെ ഈ റെസീറ്റ് ഒന്നും ഇവർ തന്നില്ല. പക്ഷേ എൻ്റെ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. ക്യാഷ് കൊടുക്കുന്നതായിട്ട്, ചെക്ക് കൊടുക്കുന്നതായിട്ട് ഫോട്ടോ എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. തുടർച്ചയായി യോഗം വിളിക്കുകയും പ്രദേശത്ത് സായി മന്ദിരം സ്ഥാപിക്കുകയും ചെയ്ത KN ആനന്ദകുമാർ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചു. ഇതോടെ സ്വന്തം സ്ഥലം പോലും ട്രസ്റ്റിന് സൗജന്യമായി നൽകാൻ പലരും തയ്യാറായി. സ്ഥലം കൊടുത്തു എന്നല്ലാതെ
സ്ഥലം പോക്കുവരവ് നടത്തിയില്ല. വില്ലേജിൽ പോക്കുവരവ് നടത്തി കഴിഞ്ഞാൽ അത് പിന്നെ അതിന് തുടർ നടപടികൾ ഉണ്ടാകാൻ പറ്റും. അപ്പോൾ അത് തട്ടിപ്പാന്ന് വെച്ചാൽ അങ്ങനെ തട്ടിപ്പല്ല. ഇതിനകത്ത് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടാകും എന്നുള്ളൊരു തോന്നൽ ഉണ്ടായി. സ്ഥലം നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, സ്ഥലം എൻ്റെ കയ്യിൽ തന്നെയുണ്ട്. KN ആനന്ദകുമാർ തട്ടിപ്പ് സംഘത്തിലെ പ്രധാനിയാണെന്നും സർക്കാർ ഭൂമി തിരിച്ചുപിടിക്കുമെന്നും ഉദുമ MLA CH കുഞ്ഞമ്പോ 24-നോട് പറഞ്ഞു. വർഷങ്ങൾ പിന്നിട്ടു, ഈ പറഞ്ഞ പോലെ തന്നെ വർഷങ്ങൾ പിന്നിട്ടു. ഇതുവരെയും അവിടെ ക്യാഷ്ലെസ് ഹോസ്പിറ്റലില്ല, മറ്റേ ഹോസ്പിറ്റലില്ല, ഒന്നുമില്ല. പിന്നീടാണ് മനസ്സിലാകുന്നത് ഇത് തട്ടിപ്പായിരുന്നു എന്ന്. ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചു ആ ഭൂമി തിരിച്ചു പിടിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇവർ ഈ സായി ട്രസ്റ്റിൻ്റെ സായിയുടെ പേരിലാണ് ചെയ്യുന്നത്. പിന്നെ ജീവകാരുണ്യ പ്രവർത്തനം, ഭയങ്കര ചാരിറ്റി പ്രവർത്തനം എന്നൊക്കെ പറയുമ്പോൾ അതിനുവേണ്ടി പണം കൊടുക്കാൻ സന്നദ്ധതയുള്ള കുറേ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർ പണം കൊടുത്തിട്ടുണ്ട്. പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവന്നതോടെ പണം നൽകിയവർ ആനന്ദകുമാറിനെ പലവട്ടം ബന്ധപ്പെട്ടെങ്കിലും അനുകൂല മറുപടി ഉണ്ടായില്ല. റെസിപ്റ്റ് പോലും ലഭിക്കാത്തതിനാൽ പരാതി നൽകാനാവാത്ത അവസ്ഥയിലാണ് ആശുപത്രിക്കായി നിക്ഷേപം നടത്തിയവർ. 24 കാസർഗോഡ്. ആശാ വർക്കേഴ്സിന്റെ സമരം തള്ളി സംസ്ഥാന സർക്കാർ. രാഷ്ട്രീയ താൽപര്യത്തോടെ കുത്തിയിളക്കി വിട്ട സമരമെന്നാണ് ധനമന്ത്രി KN ബാലഗോപാലിന്റെ വിമർശനം. അതേസമയം സമരത്തിൽ രാഷ്ട്രീയമില്ലെന്നും അവകാശങ്ങൾക്ക് വേണ്ടിയാണ് തെരുവിലിറങ്ങിയതെന്നും ആശാ വർക്കേഴ്സ് പ്രതികരിച്ചു. വേതന കുടിശ്ശിക അനുവദിക്കുക, ഓണറേറിയം കൂട്ടുക, 5 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആശാ വർക്കേഴ്സിന്റെ സമരം. 7 ദിവസമായി രാപ്പകൽ സമരത്തിലാണിവർ. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ച പരാജയപ്പെട്ടിരുന്നു. സമരം ശക്തമാക്കാനാണ് തീരുമാനം. വ്യാഴാഴ്ച കേരളത്തിലെ മുഴുവൻ ആശാ വർക്കേഴ്സിനെയും സംഘടിപ്പിച്ച് മഹാസംഗമം നടത്തും. ഞങ്ങൾക്ക് മാന്യമായി ജീവിക്കാനുള്ള ഒരു വേതനം തരിക, 62 വയസ്സ് കഴിഞ്ഞു പോകുമ്പോൾ ഒരു 5 ലക്ഷം രൂപ മിനിമം തരിക. ഞങ്ങൾക്ക് എത്ര ഓണറേറിയാണോ സർക്കാർ തരാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ നിബന്ധന മാനിച്ച് അതിൻ്റെ പകുതി കാശെങ്കിലും പെൻഷനായിട്ട് ഒരാശയ്ക്കും കിട്ടണം. ഞങ്ങൾ 18 വർഷം ഞങ്ങൾ ജോലി ചെയ്തതാണ്. ഞങ്ങൾക്ക് കിട്ടാനുള്ളത് ഞങ്ങൾ കിട്ടണം. ഞങ്ങൾ പോരാടും, ശരിക്കും പോരാടും. ഞങ്ങൾ പോകേണ്ടടുത്ത് ഞങ്ങൾ പോകും. ആശാ വർക്കേഴ്സിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുവെന്ന ധനമന്ത്രിയുടെ പ്രതികരണം വിവാദമായി. ഈ പറഞ്ഞ ആശാ വർക്കർമാരെ കൊണ്ട് സംഘടിപ്പിച്ചു വരുന്ന ആളുകൾ, ആ പാവപ്പെട്ട തൊഴിലാളികളോട് നമുക്ക് അങ്ങേയറ്റം ന്യായമായ പിന്തുണയുണ്ട്. അവരോട് പറയണ്ടേ, ഇത് നരേന്ദ്രമോദി ഗവൺമെൻറ് അവിടുന്ന് ഒരു പണവും കൊടുക്കുന്നില്ല. എന്തായാലും നമ്മുടെ സാധാരണപ്പെട്ട ഈ ആശാ വർക്കർമാരുടെ കാര്യത്തിൽ കേരള ഗവൺമെൻറ്റിനും LDFനും ഉള്ളതിന് അത്രയൊന്നും താല്പര്യം ഇതിനകത്ത് അവരെ കുത്തിയിളക്കി വിടുന്ന ഏജൻസികൾക്കില്ല എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ധനമന്ത്രിയുടെ പ്രതികരണത്തിനെതിരെ സമരക്കാരും രംഗത്തെത്തി. ഞങ്ങൾ ആരും തന്നെ ഇവിടെ എന്തെങ്കിലും ഉന്തിത്തള്ളി വന്നിരിക്കുന്ന ആളുകളല്ല. ഞങ്ങൾക്ക് കിട്ടേണ്ടുന്ന ഓണറേറിയവും ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് വളരെ ബോധ്യത്തോടു കൂടിയാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് അത്ര ബോധ്യപ്പെടാത്തതെന്ന് പറയുന്നത് മന്ത്രിയുടെ അറിവില്ലായ്മയാണ്. രാജ്യത്ത് കൂടുതൽ ഓണറേറിയം നൽകുന്നത് കേരളത്തിലാണെന്നായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ന്യായീകരണം. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണ്. കേരളത്തിന്റെ സാഹചര്യം അനുസരിച്ച് ഇനിയും മെച്ചപ്പെടുത്തി കൊടുക്കണം എന്ന് തന്നെയാണ് കാണുന്നത്. അത്രയും പ്രാധാന്യം ആശമാർക്കുണ്ട്. അതുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. അവരോട് അനുഭാവപൂർണ്ണമായിട്ടുള്ള നിലപാടുമാണ് ഉള്ളത്. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷനാണ് സമരത്തിന് നേതൃത്വം നൽകുന്നത്. 24 തിരുവനന്തപുരം. ഹിന്ദി പഠനം നിർബന്ധമാക്കുന്ന വിദ്യാഭ്യാസ നയത്തിലെ 3 ഭാഷാ ഫോർമുലയിൽ കേന്ദ്രത്തെ ശക്തമായി വിമർശിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. സർക്കാരിന്റെ വിരട്ടൽ തമിഴ്നാടിനോട് വേണ്ടെന്ന് സ്റ്റാലിൻ എക്സിൽ കുറിച്ചു. മുഖ്യമന്ത്രിക്ക് പിന്തുണയുമായി ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ രംഗത്തെത്തിയപ്പോൾ TVK അധ്യക്ഷനും നടനുമായ വിജയും വിഷയത്തിൽ കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനമുന്നയിച്ചു. ഹിന്ദി ഭാഷാ പഠനം നിർബന്ധമാക്കുന്ന വിദ്യാഭ്യാസ നയത്തിൽ നിന്ന് ഒഴിവായി നിൽക്കാൻ തമിഴ്നാടിന് കഴിയില്ലെന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ പ്രസ്താവനയിലാണ് രൂക്ഷ വിമർശനം. വിരട്ടൽ തമിഴ്നാടിനോട് വേണ്ട, ഒരു നിലയ്ക്കും കീഴ്പ്പെടില്ല. ഹിന്ദി പഠിക്കുന്നത് എങ്ങനെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാകുമെന്നും മുഖ്യമന്ത്രി MK സ്റ്റാലിൻ എക്സിൽ കുറിച്ചു. മുഖ്യമന്ത്രിയെ പിന്തുണച്ച് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനും രംഗത്തെത്തി. തമിഴ്നാടിനെ ആവശ്യമില്ലാതെ വിമർശിക്കുന്നത് തീക്കളിയായി മാറുമെന്നായിരുന്നു ഉദയനിധിയുടെ മുന്നറിയിപ്പ്. വിദ്യാഭ്യാസ മേഖലയിൽ അർഹമായ സാമ്പത്തിക സഹായം ചോദിക്കുമ്പോൾ ഹിന്ദി പഠിക്കാൻ കേന്ദ്രമന്ത്രി പറയുന്നതായും ഉദയനിധി കുറ്റപ്പെടുത്തി. കേന്ദ്ര സർക്കാരിന്റേത് ഫാസിസ്റ്റ് നടപടിയെന്നായിരുന്നു വിജയുടെ പ്രതികരണം. ഫണ്ട് തടഞ്ഞുവെക്കുന്നതിന് ന്യായീകരിക്കാനാകില്ലെന്നും വിജയ് പറഞ്ഞു. എന്നാൽ സംസ്ഥാനത്തെ സ്വകാര്യ സ്കൂളുകളിൽ 3 ഭാഷകൾ പഠിപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് സർക്കാർ സ്കൂളുകളെ ഒഴിവാക്കി നിർത്തുന്നുവെന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കണമെന്ന് BJP അധ്യക്ഷൻ K അണ്ണാമലൈ ആവശ്യപ്പെട്ടു. DMK-ക്കൊപ്പം TVK കൂടി വിഷയം ചർച്ചയാക്കുന്നത് സംസ്ഥാനത്ത് BJPക്ക് തിരിച്ചടിയാകും. 24 ചെന്നൈ.
തൃശൂർ ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് കവർച്ചാ കേസിലെ പ്രതി പിടിയിൽ. ചാലക്കുടി ആശാരിപ്പാറ സ്വദേശി റിജോ ആന്റണിയാണ് പിടിയിലായത്. കടം വിട്ടാൻ വേണ്ടിയാണ് കൊള്ളയടിച്ചതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. മോഷ്ടിച്ച 15 ലക്ഷം രൂപയിൽ 10 ലക്ഷം രൂപയും കണ്ടെത്തിയിട്ടുണ്ട്. വളരെ പ്ലാൻഡാണ് ഓപ്പറേഷൻ. വളരെ പ്ലാൻഡ് എന്ന് പറയുന്നത് അയാൾ ഹെൽമറ്റ് വെച്ചു. ഹെൽമറ്റ് വെക്കുന്നതിന് മുമ്പ് തന്നെ അകത്ത് ഇയാളൊരു മങ്കി ക്യാപ്പ്, ഒരു മാസ്ക് വെച്ചിട്ടാണ് ഹെൽമറ്റ് വെച്ചത്. കാരണം ഒരു തരത്തിലും ഐഡൻറ്റിഫൈ ചെയ്തത്. അയാൾക്കറിയാം CCTV ഉണ്ടാകും. CCTVയിലെ ഐഡൻറ്റിഫിക്കേഷനാണ് പോലീസ് പിടിക്കുന്നതെന്ന് അറിയാവുന്നതുകൊണ്ട് ഒരു തരത്തിലും ഐഡൻറ്റിഫൈ ചെയ്തതെന്നുള്ള വളരെ ശ്രദ്ധയോടെ മുൻകൂട്ടിയുള്ള കരുതലോടെ വെൽ പ്ലാൻഡ് ഓപ്പറേഷനായിരുന്നു അയാൾ ചെയ്തത്. സൂരജ് സജി തൃശൂരിൽ നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. സൂരജ്, നാടിനെ ഞെട്ടിച്ച ബാങ്ക് കൊള്ളയിലെ പ്രതിയാണ് പിടിയിലായത്. കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ ഒരു കൊള്ള എന്ന് പോലീസ് തന്നെ പറയുമ്പോൾ എങ്ങനെ പ്രതിയിലേക്ക് എത്തി എന്ന് പോലീസ് വിവരിക്കുന്നത് എങ്ങനെ? പ്രജിൻ, ഇതിൽ നിർണായകമായത് ഈ CCTV ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ ഈ ഫോൺ രേഖകളും കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് നടത്തിയ അന്വേഷണമാണ്. പ്രതിയുടെ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിക്കുകയും മറുതലക്കലിൽ ഈ ടവർ ലൊക്കേഷനിൽ ഉണ്ടായിരുന്ന ആളുകളുടെ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടും ഇത് രണ്ടും ഒരുപോലെ ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ടാണ് ഈ പ്രതിയിലേക്ക് എത്തിയത്. ഈ 3 തവണ പ്രതി ഇതിനിടയിൽ, അതായത് ഈ മോഷണം നടത്തിയതിന് ശേഷം ഈ പ്രതി അവിടെ നിന്ന് കടന്നു കളയുന്നതിനിടയിൽ 3 തവണ വസ്ത്രം മാറുകയുണ്ടായി. പക്ഷേ ഈ 3 തവണ വസ്ത്രം മാറിയപ്പോഴും പ്രതിയുടെ ചെരുപ്പ് ഒന്ന് തന്നെ ആയിരുന്നു എന്നുള്ളതാണ് ഈ പ്രതിയെ കണ്ടെത്തുന്നതിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. കഴിഞ്ഞ ദിവസം ബാങ്കിലെത്തി ഈ 15 ലക്ഷം രൂപ തട്ടിയതിനു ശേഷം പ്രതി അവിടെ നിന്ന് പോയത് ദേശീയപാതയിലേക്കായിരുന്നു. ദേശീയപാതയിലെത്തി ആദ്യം ധരിച്ചിരുന്ന, അതായത് ഈ ടീഷർട്ടിന് മുകളിൽ ഇയാൾ ഒരു ജാക്കറ്റ് ധരിച്ചിരുന്നു. ആ ജാക്കറ്റ് മാറ്റിയതിനു ശേഷമാണ് ഈ പ്രതി യാത്ര തുടർന്നത്. പിന്നീട് ഒരു ടീഷർട്ട് കൂടി മാറ്റുന്നു. അതിനുശേഷം അടുത്ത ടീഷർട്ട് ധരിച്ച് ഈ പ്രതി വീട്ടിലേക്ക് പോവുകയായിരുന്നു. പക്ഷേ യാത്രാമധ്യേ പോലീസിന് ഈ CCTV ദൃശ്യങ്ങൾ അവസാനിക്കുകയും ചെയ്തു. പിന്നീട് ഈ ദൃശ്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ടവർ ലൊക്കേഷനിലെ ഫോണും അതോടൊപ്പം തന്നെ ഈ ദൃശ്യങ്ങളും ചേർത്ത് വെച്ച് നടത്തിയ അന്വേഷണത്തിൽ ഈ വാഹനത്തിൽ പോകുന്നയാളാണെന്ന് സംശയം തോന്നി. പക്ഷേ അപ്പോഴും ഈ വാഹനമാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിന് കാരണമായി പറയുന്നത് ഈ വാഹനത്തിൻ്റെ മിറർ ലൈറ്റുകളടക്കം മിറർ ഊരി വെച്ചിരുന്നു, കണ്ണാടി അടക്കം ഊരി വെച്ചിരുന്നു. പിന്നീട് ഈ യാത്രാമധ്യയൊക്കെയാണ് ഇതെല്ലാം ഫിറ്റ് ചെയ്തത്. എല്ലാ പഴുതുകളും അടച്ചു എന്ന് കരുതി ഈ തട്ടിപ്പ് നടത്തി പോയ പ്രതിയാണ് ഈ ഷൂവിൻ്റെ കളറിൽ കുരുങ്ങിയതെന്ന് വേണം നമുക്ക് പറയാൻ. അതോടൊപ്പം തന്നെ ഈ ബംഗാളിയാണ് എന്ന തരത്തിലൊക്കെ തെറ്റിദ്ധരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ഈ പ്രതിയുടെ ശരീരഘടനയടക്കം ഒരു ഇതര സംസ്ഥാനക്കാരനല്ല എന്ന് പോലീസിന് ഉറപ്പിക്കാൻ സാധിച്ചു. 36 മണിക്കൂർ നീണ്ട ഒരു തുമ്പുമില്ലാതിരുന്ന കേസ്. ഇരുട്ടിൽ തപ്പുന്നു പോലീസ് എന്ന തരത്തിലായിരുന്നു കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇരുട്ടിലല്ലായിരുന്നു, കൃത്യമായി പോലീസ് വെളിച്ചത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ഈ പ്രതി പിടിയിലാകുന്നതോടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് വൈകുന്നേരം 7 മണിയോടുകൂടിയാണ് ആശാരിപ്പാറയിൽ നിന്ന് പ്രതിയെ കസ്റ്റഡിയിലെടുക്കുന്നത്. പക്ഷേ ഈ മോഷണത്തിലേക്ക് നയിച്ചതിനെക്കുറിച്ച് പ്രതി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി താൻ നടത്തിയ ദൂർത്താണ് എന്നുള്ളതാണ്. ഭാര്യ വിദേശത്ത് ജോലി ചെയ്യുകയാണ്. കഴിഞ്ഞ ഏപ്രിലിൽ ഇവർ നാട്ടിൽ വന്ന് തിരികെ വിദേശത്തേക്ക് പോയതാണ്. അവിടെ നിന്ന് ഇവർ പലപ്പോഴായി അയച്ച പണം അത് ഇയാൾ ദൂർത്തിനും മറ്റുമായി ചിലവഴിച്ചു. പലപ്പോഴും ഈ വലിയ ബാർ ഹോട്ടലുകളിലെത്തി മദ്യപിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, കൂട്ടുകാർക്ക് സൽക്കാരം നടത്തുന്നു. അങ്ങനെയെല്ലാം ഈ വലിയ കടബാധ്യത ഇയാളെ തേടി വന്നു. ഭാര്യ അയച്ച പണത്തിന് പുറമെ കടമായെല്ലാം ഇയാൾ പണം വാങ്ങിയിരുന്നു. അങ്ങനെ ഭാര്യ അടുത്ത മാസം ഈ നാട്ടിലേക്ക് മടങ്ങി വരുമെന്ന് അറിഞ്ഞതോടുകൂടി ഈ പണം മടക്കി നൽകാൻ, അതായത് ഭാര്യ അയച്ച പൈസയുണ്ട്, അതോടൊപ്പം തന്നെ ഈ കടക്കാർക്ക് പണം നൽകാനുണ്ട്. ഇതെല്ലാം തന്നെ ഭാര്യ നാട്ടിലെത്തിയാൽ അറിയും എന്ന തോന്നലിൽ നിന്നാണ് ഇയാൾ ഈ മോഷണം പ്ലാൻ ചെയ്യുന്നത്. ഈ ചാലക്കുടി ഈ ബാങ്കിന് എതിർവശത്തുള്ള ഒരു പള്ളിയിലെത്തുന്ന സമയത്താണ് ഇവിടെ ഈ സെക്യൂരിറ്റി ഇല്ല എന്ന കാര്യം ഇയാൾ മനസ്സിലാക്കുന്നു. പിന്നീട് സുഹൃത്തുക്കളെ കാണുന്നതിനൊക്കെയായി ഈ ബാങ്കിൻ്റെ പരിസരത്ത് പോകുന്ന സമയത്ത് ഇയാൾ ഈ ബാങ്കിനെ കൃത്യമായി നിരീക്ഷിച്ചു. അങ്ങനെ ചാലക്കുടി പള്ളിപ്പെരുന്നാൾ നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു വാഹനത്തിൻ്റെ നമ്പർ സംഘടിപ്പിച്ച് ഒരു വ്യാജ നമ്പർ പ്ലേറ്റ്, അതായത് ചാലക്കുടി രജിസ്ട്രേഷനിൽ തന്നെയുള്ള ഒരു വ്യാജ നമ്പർ പ്ലേറ്റ് സംഘടിപ്പിച്ചാണ് ഈ പ്രതി മോഷണത്തിനെത്തിയത്. അതിനുശേഷം അവിടെ നിന്ന് കടന്നു കളയുകയായിരുന്നു. എന്തായാലും ഈ ദൂർത്താണ് മോഷണത്തിലേക്ക് നയിച്ചതെന്ന് പ്രതി സ്ഥിരീകരിക്കുന്നു. അതിനപ്പുറത്തേക്ക് നിർണായകമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ പിടികൂടാൻ സാധിച്ചതിൽ പോലീസിനും അഭിനന്ദിക്കാം. പ്രജിത്, ശരി. സൂരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്നും. അമേരിക്കയിലെ ഇന്ത്യൻ അനധികൃത കുടിയേറ്റക്കാരുമായുള്ള 3ാമത്തെ വിമാനം അല്പസമയം മുൻപ് അമൃത്സറിലെത്തി. 112 അനധികൃത കുടിയേറ്റക്കാരുമായാണ് വിമാനം എത്തിയത്. ഇതുവരെ രാജ്യത്ത് തിരികെ എത്തിയത് 333 പേരായി. ആർ അച്യുതൻ ഡൽഹിയിൽ നൽകുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ. അച്യുതൻ, കൂടുതൽ വിവരങ്ങൾ അറിയുന്നുണ്ടോ? ഇപ്പോൾ വന്നിരിക്കുന്ന 3ാമത്തെ വിമാനത്തിലെ ആൾക്കാരെ എങ്ങനെയാണ് കൊണ്ടുവന്നത്? ഈ വിലങ്ങണിച്ചു തന്നെയാണോ? അത്തരം വിവരങ്ങളിൽ സ്ഥിരീകരണം എപ്പോഴുണ്ടാവും?
പ്രജിൻ 10 മണിയോടുകൂടിയാണ് ഈ മൂന്നാമത്തെ വിമാനം US-ൽ നിന്ന് ഇന്ത്യൻ അനധികൃത കുടിയേറ്റക്കാരുമായി അമൃത്സറിൽ എത്തിയത്. 112 പേരാണ് തിരികെ എത്തിയത്. അതിൽ 23 സ്ത്രീകളും 10 കുട്ടികളും ഈ സംഘത്തിലുണ്ട് എന്ന വിവരം ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നു. 44 പേർ ഹരിയാനയിൽ നിന്നാണ്, 33 പേർ ഗുജറാത്തിൽ നിന്നും 31 പേർ പഞ്ചാബിൽ നിന്നുള്ളവരാണ് എന്ന ഒരു കണക്ക് കൂടി പുറത്തു വരുന്നുണ്ട്. ഈ കണക്കുകൾ കൂട്ടി വായിക്കുമ്പോൾ ഇതുവരെ രാജ്യത്ത് തിരിച്ചെത്തിയത് 333 പേരാണ് യുഎസിൽ നിന്നും അനധികൃത കുടിയേറ്റക്കാരായി തിരികെ ഇപ്പോൾ രാജ്യത്ത് എത്തിയിരിക്കുന്നത്. ഇതിൽ പുരുഷന്മാരെ വിലങ്ങണിയിച്ച് തന്നെയാണ് തിരികെ എത്തിച്ചത് എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇന്നലെയും ഈ രണ്ടാമത്തെ സംഘം എത്തിയപ്പോഴും പുരുഷന്മാരെ വിലങ്ങണിയിച്ചിരുന്നു. അതിൽ ഇന്ത്യ ആശങ്ക അറിയിച്ച ഒരു പശ്ചാത്തലത്തിൽ സ്ത്രീകളെ വിലങ്ങണിയിക്കാതെയാണ് ഇന്നലെയും ഇന്നുമായി ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നെത്തിയതിൽ 10 കുട്ടികൾ കൂടി ഉണ്ട് എന്ന വിവരമാണ്. ആദ്യത്തെ തവണ 104 പേരെയാണ് എത്തിച്ചത്. രണ്ടാമത്തെ തവണ 117 പേരെയായിരുന്നു. ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് 112 പേരെയാണ്. അമേരിക്കയുടെ സൈനിക വിമാനം C-17 ഗ്ലോബാസ്റ്റർ തന്നെയാണ് ഈ സംഘത്തെ ഇപ്പോൾ അമൃത്സറിൽ എത്തിച്ചിരിക്കുന്നത്. ശരി, ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ മധ്യസ്ഥ ചർച്ച നടക്കും. സൗദി അറേബ്യയിൽ വെച്ച് അടുത്ത ആഴ്ചയാണ് ചർച്ചകൾ നടക്കുക. US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ റഷ്യൻ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തും. യൂറോപ്യൻ രാജ്യങ്ങളെ ഒഴിവാക്കിയാകും സമാധാന ചർച്ചകൾ നടക്കുക. യൂറോപ്യൻ രാജ്യങ്ങൾ അടുത്തയാഴ്ച പാരീസിൽ അടിയന്തര ഉച്ചകോടി വിളിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് അമേരിക്കൻ നീക്കം. നേരത്തെ യൂറോപ്പ് സ്വന്തം സേന ഉണ്ടാക്കണമെന്ന ആവശ്യവുമായി യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി രംഗത്തെത്തിയിരുന്നു. മലയാള സിനിമാ മേഖലയിലെ തർക്കത്തിന് അയവില്ല. മമ്മൂട്ടിയും മോഹൻലാലും ഇടപെട്ടിട്ടും നിർമ്മാതാവ് G. സുരേഷ് കുമാർ പ്രതികരിക്കാൻ തയ്യാറായില്ല. താരങ്ങളിൽ പ്രതിഫലം കുറയ്ക്കണമെന്ന നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കി. G. സുരേഷ് കുമാറിന്റെ നിലപാടിനെതിരെ ആദ്യം രംഗത്തെത്തിയത് ആന്റണി പെരുമ്പാവൂർ. മോഹൻലാലും പൃഥ്വിരാജും താരസംഘടനയായ അമ്മയും ആന്റണി പെരുമ്പാവൂരിനെ പിന്തുണച്ചു. G. സുരേഷ് കുമാറിനെ വളഞ്ഞിട്ടാക്രമിക്കാൻ താരങ്ങൾക്ക് അവസരം നൽകാതെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സംരക്ഷണ കവചമൊരുക്കി. ആന്റണി പെരുമ്പാവൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ശരിയായില്ലെന്ന് നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ തുറന്നടിച്ചു. ഇങ്ങനെ കലുഷിതമാണ് മലയാള സിനിമ. ഒടുവിൽ സമവായത്തിന് മമ്മൂട്ടിയും മോഹൻലാലും ഇടപെട്ടു. G. സുരേഷ് കുമാറിനെ അനുനയിപ്പിക്കാൻ ഇരുവരും ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും ഫോണെടുക്കാൻ തയ്യാറായില്ലെന്നാണ് വിവരം. സംഘടനാ നിലപാടുകളെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു അനുനയത്തിനും G. സുരേഷ് കുമാർ തയ്യാറല്ല. അതായത് താരങ്ങൾ പ്രതിഫലം കുറക്കണം, ഇല്ലെങ്കിൽ സിനിമാ സമരമുണ്ടാകുമെന്ന് സാരം. തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്കിന്റെയും യൂണിയനായ ഫെഫ്കയുടെയും പിന്തുണ തങ്ങൾക്കുണ്ടെന്നാണ് നിർമ്മാതാക്കളുടെ വാദം. ഫെബ്രുവരിയിൽ റിലീസായ സിനിമയുടെ വരുമാനക്കണക്കും പുറത്തുവിടുമെന്ന് G. സുരേഷ് കുമാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രതിഫലം കുറയ്ക്കാൻ താരങ്ങൾ തയ്യാറാകാത്ത പശ്ചാത്തലത്തിൽ അനുനയത്തിന് പുതിയ ഫോർമുല കണ്ടെത്തേണ്ടി വരും. താരസംഘടനയായ അമ്മയും നിർമ്മാതാക്കളും തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ സാംസ്കാരിക വകുപ്പും ഇടപെടുമെന്നാണ് വിവരം. 24 കൊച്ചി. ഉമാ തോമസ് MLA സന്ദർശിച്ച് നടൻ മോഹൻലാൽ. കലൂർ നൃത്തപരിപാടിക്കിടെ സ്റ്റേജിൽ നിന്ന് വീണ് പരിക്കേറ്റ് വിശ്രമത്തിലുള്ള ഉമാ തോമസിനെ വീട്ടിലെത്തിയാണ് മോഹൻലാൽ സന്ദർശിച്ചത്. സാമ്പത്തിക ക്രമക്കേട് നടന്നോ എന്ന് കണ്ടെത്താൻ സംസ്ഥാനത്തെ 21 നഗരസഭകളിൽ പ്രത്യേക പരിശോധന നടത്താൻ സർക്കാർ. ഇതിനായി 21 ഓഡിറ്റ് ടീമിനെ പ്രിൻസിപ്പൽ ഡയറക്ടർ നിയോഗിച്ചു. കോട്ടയം നഗരസഭയിൽ 211 കോടി രൂപയുടെ ക്രമക്കേട് നടന്ന പശ്ചാത്തലത്തിലാണ് നടപടി. A ക്ലാസ് നഗരസഭകളിലാണ് പരിശോധന നടത്തുക. കോട്ടയം നഗരസഭയിൽ തട്ടിപ്പ് നടന്നിട്ടില്ലെന്നും ക്ലറിക്കൽ പിശക് മാത്രമാണ് സംഭവിച്ചതെന്നും ഭരണസമിതി വിശദീകരിച്ചിരുന്നു. എന്നാൽ സംസ്ഥാനതല പരിശോധനാ സംഘം ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്തിയതോടെയാണ് മറ്റ് നഗരസഭകളിലും പരിശോധന നടത്താൻ തീരുമാനിച്ചത്. A ക്ലാസ് നഗരസഭകളിൽ 1 മാസത്തിനകം പരിശോധന പൂർത്തിയാക്കാനാണ് നിർദ്ദേശം. സംസ്ഥാന വ്യാപകമായി 21 നഗരസഭകളിലേക്കായി പ്രത്യേക ഓഡിറ്റ് ടീമിനെയും ഇതിനായി ചുമതലപ്പെടുത്തി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡയറക്ടർ സാംബശിവറാവു IAS ആണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത്. ഫെബ്രുവരി 20 മുതൽ 28 വരെയാണ് പരിശോധന. 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശമുണ്ട്. പരിശോധനാ സംഘം ആവശ്യപ്പെടുന്ന ഫയലുകളും മറ്റ് വിശദാംശങ്ങളും കൈമാറാൻ സെക്രട്ടറിമാർക്കും നിർദ്ദേശമുണ്ട്. കോട്ടയം നഗരസഭയിൽ നടന്നതിന് സമാനമായ ക്രമക്കേട് എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് പ്രധാന ലക്ഷ്യം. നേരത്തെ മുനിസിപ്പാലിറ്റികൾ പ്രത്യേക വിഭാഗമായാണ് പ്രവർത്തിച്ചിരുന്നത്. പഞ്ചായത്ത് വകുപ്പുമായി ബന്ധമുണ്ടായിരുന്നില്ല. 2 വകുപ്പുകളും യോജിപ്പിച്ച് ഡയറക്ടറേറ്റ് രൂപീകരിച്ചതോടെയാണ് കോട്ടയം നഗരസഭയിലെ ക്രമക്കേട് പുറത്തു വന്നത്. 24 കോട്ടയം.
ഉത്സവങ്ങളിലെ ആനയും വെടിക്കെട്ടും ഉപേക്ഷിക്കുന്നത് സംബന്ധിച്ച് ഗൗരവമായി ചിന്തിക്കേണ്ട സമയമെന്ന് ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസി. മനുഷ്യജീവന് ആപത്തുണ്ടാക്കുന്ന ആചാരാനുഷ്ഠാനങ്ങൾ ഒഴിവാക്കേണ്ടതാണെന്നും സ്വാമി കോഴിക്കോട് പറഞ്ഞു. പൂജിതപീഠം സമർപ്പണം ആഘോഷങ്ങളുടെ ഭാഗമായി ആത്മവിദ്യാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ രാജ്യത്തുടനീളം നടന്നുവരുന്ന സത്സംഗങ്ങളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സ്വാമി. ചടങ്ങിൽ ജനനി പൂജ ജ്ഞാനതപസ്വിനി, സ്വാമി ഗുരുവിന്ദ ജ്ഞാനതപസ്വി, സ്വാമി ജനതീർത്ഥൻ ജ്ഞാനതപസ്വി തുടങ്ങിയവർ പങ്കെടുത്തു. ശ്രീനാരായണ ഗുരു വിശ്വഗുരുവാണ്, നമുക്കെല്ലാവർക്കും അറിയാം. ഗുരു തൻ്റെ ആപ്തമായ സന്ദേശത്തിൽ പ്രധാനമായും പറഞ്ഞു, നമുക്ക് കരിയും വേണ്ട, കരിമരുന്നും വേണ്ട. പക്ഷേ നമ്മൾ അമ്പലങ്ങളെല്ലാം നോക്കിയാൽ എല്ലായിടത്തും പൊട്ടിക്കുന്നത് കരിമരുന്നുകളും അതിനോടനുബന്ധിച്ചുള്ള വെടിക്കെട്ടുകളുമാണ്. ഈ കഴിഞ്ഞ സമയത്ത് കൊയിലാണ്ടിയിൽ ഉണ്ടായ സംഭവങ്ങൾ, ആന ഇടഞ്ഞ് 3 ആളുകൾ മരിക്കുകയുണ്ടായി. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉത്സവങ്ങളും ഒന്നും മനുഷ്യജീവനെ ഹനിക്കുവാൻ പര്യാപ്തമാകുന്ന നിലയിൽ ആയിപ്പോകരുത്. ഡൽഹിയിലെ BJP നിയമസഭാ കക്ഷിയോഗം മാറ്റിവെച്ചു. നാളെ നടക്കാൻ നിശ്ചയിച്ച യോഗം ബുധനാഴ്ച ചേരും. മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ഈ മാസം 20 ഉണ്ടാകുമെന്നാണ് സൂചന. മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രി, മന്ത്രിമാർ സംബന്ധിച്ച ധാരണയായിട്ടുണ്ട് എന്നാണ് നേതൃത്വത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. പാതിവില തട്ടിപ്പിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് പണം വാങ്ങിയെന്ന പരാതിയിൽ ജില്ലാ പോലീസ് മേധാവിക്ക് മന്ത്രി പരാതി നൽകി. ചിറ്റൂർ മണ്ഡലത്തിൽ നിന്നുള്ള വീട്ടമ്മമാരാണ് പഞ്ചായത്ത് അംഗത്തിന് മന്ത്രിയുടെ ഓഫീസിൽ വെച്ച് പണം കൈമാറിയത്. സർക്കാർ പദ്ധതിയെന്ന് വിശ്വസിപ്പിച്ചാണ് വീട്ടമ്മമാർ പണം നൽകിയതെന്ന് BJP ആരോപിച്ചു. ചിറ്റൂരിൽ മാത്രം 400-ലധികം പേർ തട്ടിപ്പിന് ഇരയായതായാണ് വിവരം. സർക്കാർ പദ്ധതിയെന്ന് വിശ്വസിച്ചാണ് മിക്കവരും പണം കൈമാറിയത്. ജനതാദളിന്റെ പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിലാണ് വീട്ടമ്മമാരിൽ നിന്നും പാതിവിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്ന് പറഞ്ഞ് പണം പിരിച്ചതെന്ന് പരാതിക്കാർ പറയുന്നു. മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിൽ വെച്ചാണ് പണം നൽകിയതെന്നും പരാതിക്കാർ. മന്ത്രിയുടെ PAയ്ക്കും തട്ടിപ്പിൽ പങ്കുള്ളതായി ആരോപണമുയരുന്നുണ്ട്. 60,000 രൂപയിലേറെയാണ് ഓരോരുത്തർക്കും നഷ്ടമായിരിക്കുന്നത്. വീട്ടമ്മമാർക്ക് പണം നഷ്ടമായതിന്റെ ഉത്തരവാദിത്വം മന്ത്രിക്കും പാർട്ടിക്കുമെന്ന് BJP ആരോപിച്ചു. നിങ്ങൾ അവരെ ബന്ധപ്പെട്ടിട്ട് അടിയന്തരമായിട്ട് നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഈ പറയുന്ന 400 പേരെയും ഒന്നിച്ച് വിളിക്കാൻ നമ്മൾ തീരുമാനിക്കുന്നുണ്ട്. ഈ ആളുകളെ കൂടി ഒന്നിക്കുക, പോരാടിയാൽ മാത്രമേ ഇത് പണം കിട്ടുള്ളൂ. വീട്ടിലിരുന്ന പണം കിട്ടുമെന്ന് വിചാരിക്കേണ്ട. എന്നാൽ താനോ ഓഫീസോ അറിഞ്ഞ് ഒരു തട്ടിപ്പും നടന്നിട്ടില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ആവർത്തിച്ചു. ജില്ലാ പോലീസ് മേധാവിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയെന്നും മന്ത്രി. മന്ത്രിയുടെ ഓഫീസിൽ ഇവിടെ നിന്ന് ആരും ചെയ്തതായിട്ട് ഞാൻ അന്വേഷിച്ചു. എന്തായാലും ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. ഇവിടെ നിന്ന് ആരെങ്കിലും അതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ഈ സ്ഥാനത്തുണ്ടാവില്ല. ഞങ്ങൾ പോലീസിനെ കൊണ്ടും വളരെ ശക്തമായി ആരാണെങ്കിലും ശരി അതിന്റെ ശക്തമായ നടപടി എടുക്കാൻ പറഞ്ഞു. ഇതിന്റെ കള്ളത്തരം മുഴുവൻ പുറത്തു കൊണ്ടുവരണമല്ലോ. ഇനി സ്കൂട്ടർ വേണ്ട, പണം മടക്കി കിട്ടണമെന്നാണ് പരാതിക്കാർ പറയുന്നത്. 24 പാലക്കാട്. നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ കോൺഗ്രസിന് പരോക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. തെരഞ്ഞെടുപ്പിന് മുസ്ലിം ലീഗ് മാത്രം ഒരുങ്ങിയാൽ പോരെന്നും മുന്നണി ഒറ്റക്കെട്ടായി തയ്യാറെടുക്കണമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹത കോൺഗ്രസിനാണെന്ന് PK ഫിറോസ് 24-നോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിനുള്ള മുസ്ലിം ലീഗിന്റെ മുന്നറിയിപ്പാണ് കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ. ലീഗിന്റെ കുറവുകൊണ്ട് മുന്നണി എവിടെയും പരാജയപ്പെട്ടിട്ടില്ല. മുന്നണി കൂടി അതിനൊപ്പം ഒരുങ്ങണം. പാലക്കാടും വടകരയും അടക്കം ചൂണ്ടിക്കാട്ടിയുള്ള കുഞ്ഞാലിക്കുട്ടിയുടെ നിർദ്ദേശം മുഖ്യമന്ത്രി ചർച്ചകളടക്കം നടത്തുന്ന കോൺഗ്രസിനുള്ള ഒളിയമ്പ്. നമ്മുടെ കുറവുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പും ഇന്നേ വരെ കേരളത്തിൽ തോറ്റ ചരിത്രം ഇല്ല. നമ്മളെ പണിയെടുക്കാറുണ്ട്. മുന്നണിയും കൂടി ഒരുങ്ങിയാൽ മതി. നമ്മളെ കുറവുകൊണ്ട് തോൽക്കൂല. വടകരയൊക്കെ ഉദാഹരണമാണ്. 3 തവണ മത്സരിച്ചവർ മാറി നിൽക്കുമെന്നതിനാൽ പുതിയ ആളുകൾക്ക് അവസരം ലഭ്യമാക്കുമെന്ന് PK ഫിറോസ് പറഞ്ഞു. ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന വലിയൊരു മാറ്റം, ഒരു ചേഞ്ച് എന്ന് പറയുന്നത് 3 തവണ മത്സരിച്ച ആളുകൾ മാറി നിൽക്കണം എന്നുള്ളൊരു അതുകൊണ്ട് ഒരുപാട് ആളുകൾ ഇപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷനിൽ പ്രസിഡന്റുമാരും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി ചെയർമാൻമാരൊക്കെ എടുത്തു നോക്കിയാൽ ഞങ്ങളുടെ യൂത്ത് ലീഗിൻ്റെ ഒരുപാട് ഭാരവാഹികളെ തന്നെ കാണാൻ കഴിയും. ഒരു വലിയ ചേഞ്ചാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തിന് ആവശ്യം ഉന്നയിക്കുന്ന കാര്യം ലീഗ് ആലോചനയിലേ ഇല്ലെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങളും 24-നോട് പറഞ്ഞു. UDF അധികാരത്തിൽ വരിക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ വലിയ അജണ്ട. അതിനുശേഷം ആര് മുഖ്യമന്ത്രി ആവണം, ആര് മറ്റു മന്ത്രിമാരാവണം എന്നുള്ളത് UDF തീരുമാനിക്കും. അല്ലാതെ ഇപ്പോഴല്ല, അത് നമ്മൾ പറയേണ്ട കാര്യമല്ല. ഇപ്പോൾ പാലക്കാട് പുരോഗമിക്കുന്ന യൂത്ത് ലീഗ് നേതൃ ക്യാമ്പിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കവും മെമ്പർഷിപ്പ് ക്യാമ്പയിനുമാണ് പ്രധാന അജണ്ട. 24 പാലക്കാട്.
എറണാകുളം സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച നവകേരള രേഖ നിർദ്ദേശ നടപടികളുടെ പുരോഗതി വിലയിരുത്താൻ CPIM സംസ്ഥാന സമ്മേളനത്തിൽ വയ്ക്കുന്ന റിപ്പോർട്ടിനൊപ്പം ഇതുകൂടി ഉൾപ്പെടുത്തും. റിപ്പോർട്ടിന് അംഗീകാരം നൽകുന്നതിനായി CPIM സംസ്ഥാന കമ്മിറ്റി വ്യാഴാഴ്ച ചേരും. 25 കൊല്ലത്തെ കേരളത്തിന്റെ വികസന കാഴ്ചപ്പാട് പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു CPIM എറണാകുളം സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച നവകേരള രേഖ. സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകാമെന്ന നിർദ്ദേശം ഈ രേഖയിലൂടെയാണ് പുറത്തു വന്നത്. ഇതടക്കം രേഖ നിർദ്ദേശിച്ച നവകേരള കാഴ്ചപ്പാടിൽ എത്രത്തോളം മുന്നോട്ട് പോകാനായി എന്ന വിലയിരുത്തലും ഇനി എന്തൊക്കെ ചെയ്യണമെന്നതും രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടിനൊപ്പം സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കും. റിപ്പോർട്ടിന്റെ ഭാഗമായി തന്നെ ചേർക്കണോ അതോ പ്രത്യേക രേഖയായി അവതരിപ്പിക്കണോ എന്നതിൽ അന്തിമ തീരുമാനമായിട്ടില്ലെന്ന് സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കി. സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ കരട് അന്തിമമാക്കുന്നതിനായി ചൊവ്വാഴ്ച CPIM സംസ്ഥാന സെക്രട്ടറി ചേരും. സംസ്ഥാന സെക്രട്ടറി തയ്യാറാക്കുന്ന കരട് റിപ്പോർട്ടിന് അംഗീകാരം നൽകാനായി വ്യാഴാഴ്ച സംസ്ഥാന സമിതിയും വിളിച്ചിട്ടുണ്ട്. നിലവിലുള്ള സംസ്ഥാന സമിതിയുടെ സമ്മേളനത്തിന് മുമ്പുള്ള അവസാനത്തെ യോഗമായിരിക്കും ഇത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി, ഉപതെരഞ്ഞെടുപ്പ് ഫലം തുടങ്ങിയ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ രാഷ്ട്രീയ റിപ്പോർട്ടിലുണ്ടാകും. സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തുള്ള കോടിയേരി ബാലകൃഷ്ണന്റെ മാറ്റം, പുതിയ സെക്രട്ടറിയുടെ തെരഞ്ഞെടുപ്പ്, നേതാക്കളുടെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ എന്നിവ സംഘടനാ റിപ്പോർട്ടിലും ഉണ്ടാകും. മാർച്ച് 6 മുതൽ 9 വരെ കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ MV ഗോവിന്ദൻ സമ്മേളനം തിരഞ്ഞെടുത്ത സെക്രട്ടറിയായി മാറും. ആലപ്പുഴ മുതലുള്ള ജില്ലാ സമ്മേളനങ്ങൾ മുഖ്യമന്ത്രി നിയന്ത്രണം ഏറ്റെടുത്ത് ചൂണ്ടിക്കാട്ടി MV ഗോവിന്ദനെ മാറ്റുമെന്ന പ്രചാരണം നടക്കുന്നുണ്ടെങ്കിലും പാർട്ടി നേതൃത്വം അതെല്ലാം തള്ളിക്കളയുന്നു. 24 തിരുവനന്തപുരം. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിക്കെതിരായ വ്യാജ ലഹരിമരുന്ന് കേസ് ഏറ്റെടുക്കാതെ പോലീസ്. ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടും കേസ് ഫയൽ സ്വീകരിക്കാതെ എക്സൈസ് ക്രൈംബ്രാഞ്ചിന് മടക്കി അയച്ചു. ആഭ്യന്തര വകുപ്പിന്റെ അനുമതി ലഭിച്ചില്ലെന്നാണ് പോലീസിന്റെ വിശദീകരണം. എക്സൈസ് ക്രൈംബ്രാഞ്ച് അന്വേഷണം പൂർത്തിയായ കേസിൽ തുടരന്വേഷണം നടത്തേണ്ടത് പോലീസാണ്. കേസിൽ നാരായണദാസിന് പുറമെ ആരൊക്കെ പ്രതികളാണെന്ന ചോദ്യത്തിന് പോലീസാണ് ഉത്തരം നൽകേണ്ടത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം എക്സൈസ് ക്രൈംബ്രാഞ്ച് പോലീസിന് സമർപ്പിച്ച കേസ് ഫയൽ തിരികെ എക്സൈസിന് തന്നെ കൈമാറി. ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവ് ലഭിച്ചില്ലെന്ന വിശദീകരണമാണ് പോലീസ് നൽകുന്നത്. ഹൈക്കോടതി നേരിട്ട് നിർദ്ദേശം നൽകിയ കേസിൽ കേസ് ഏറ്റെടുക്കാൻ പോലീസിന് ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശം വേണ്ടെന്നാണ് എക്സൈസ് നൽകുന്ന മറുപടി. 3 മാസത്തിനകം കുറ്റപത്രം സമർപ്പിച്ച് 4 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കണമെന്നാണ് കോടതി നിർദ്ദേശം നൽകിയത്. കേസ് പോലീസ് ഏറ്റെടുക്കാത്ത സാഹചര്യത്തിൽ അന്വേഷണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. കള്ളക്കേസാണെന്നറിഞ്ഞിട്ടും അന്വേഷണ സംഘത്തിന്റേത് ഇഴഞ്ഞു നീങ്ങുന്ന സമീപനമാണെന്ന് ഷീല സണ്ണി കഴിഞ്ഞ ദിവസം വിമർശിച്ചിരുന്നു. 24 കൊച്ചി. കായിക മന്ത്രിക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങി കേരള ഒളിമ്പിക് അസോസിയേഷൻ. കായിക സംഘടനകൾ സർക്കാർ ഫണ്ട് വാങ്ങി പുട്ടടിച്ചെന്ന മന്ത്രിയുടെ പരാമർശത്തിനെതിരെ മാനനഷ്ട കേസ് നൽകുമെന്ന് ഒളിമ്പിക് അസോസിയേഷൻ വ്യക്തമാക്കി. സർക്കാർ പണം നൽകിയിട്ടില്ലെന്ന് പറഞ്ഞ ഒളിമ്പിക് അസോസിയേഷൻ ഫണ്ട് വിനിയോഗിച്ചതിന്റെ കണക്കുകളും പുറത്തുവിട്ടു. കേരളത്തിന്റെ ചരിത്രത്തിൽ കായിക മേഖലയിൽ നാഷണൽ ഗെയിംസിൽ ഏറ്റവും മോശപ്പെട്ട പ്രകടനമാണ് നമുക്ക് കാഴ്ചവെക്കേണ്ടി വന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരവാദികൾ കേരളത്തിൻ്റെ സ്പോർട്സ് മന്ത്രിയും സ്പോർട്സ് കൈകാര്യം ചെയ്യുന്ന സ്പോർട്സ് കൗൺസിലുമാണ്. ദേശീയ ഗെയിംസിന് പിന്നാലെ കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് V. സുനിൽകുമാറിന്റെ ഈ പ്രസ്താവനയാണ് കായിക മന്ത്രിയെ ചോടിപ്പിച്ചത്. ഇതിന് മന്ത്രിയുടെ മറുപടി ഇങ്ങനെ: അദ്ദേഹത്തിൻ്റെ ഇനം ഹോക്കി എൻ്റെ അറിവിൽ കഴിഞ്ഞ 10 വർഷമായി ക്വാളിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ വിമർശിക്കാൻ നിൽക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് ഞാൻ ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായി ചെയ്യുന്നുണ്ടോ. എന്നാൽ മന്ത്രി പറയുന്നത് വിവരക്കേടെന്നായിരുന്നു V. സുനിൽകുമാറിന്റെ മറുപടി. കേരളത്തിന്റെ കായിക മേഖലയെക്കുറിച്ച് ഒരു ധാരണയുമില്ല. കായിക സംഘടനകളെ കള്ളന്മാരെന്ന് വിളിച്ച് മന്ത്രി അപമാനിച്ചു. കഴിഞ്ഞ 4 വർഷമായി ഒരു കായിക സംഘടനയ്ക്കും ഫണ്ട് നൽകിയിട്ടില്ലെന്നും സുനിൽകുമാർ ആരോപിക്കുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരു സൈക്കിള് ആ കുട്ടികൾക്ക് സ്പോർട്സ് കൗൺസിലിൻ്റെ വകയായിട്ട് എക്യുപ്മെൻറ്റ്സ് ആണല്ലോ കൊടുക്കേണ്ടത്, വാങ്ങിക്കൊടുത്തു എന്ന് പറയാൻ കഴിയുമോ? ഒരു സൈക്കിള്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സൈക്കിൾ വാങ്ങിക്കണം 5, 6, 7, 8 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള സൈക്കിൾ കൊണ്ടുപോയാൽ മാത്രമേ വിൻ ചെയ്യാൻ കഴിയുള്ളൂ. ഇതൊന്നും അറിയാതെയാണ് മെഡല് കുറഞ്ഞതിനെ കുറിച്ച് വേറെന്ന് പറയുന്നത്. കായിക മന്ത്രി പ്രസ്താവന തിരുത്തിയില്ലെങ്കിൽ മാനനഷ്ട കേസ് കൊടുക്കുമെന്ന് ഒളിമ്പിക്സ് അസോസിയേഷൻ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. സർക്കാർ ഫണ്ട് വിനിയോഗിച്ചതിന്റെ കണക്കുകളും അസോസിയേഷൻ പുറത്തുവിട്ടു. ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റിന്റെ പ്രസ്താവനകൾ നിരുത്തരവാദപരമെന്നായിരുന്നു സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് U. ഷറഫ് അലിയുടെ പ്രതികരണം. 24 തിരുവനന്തപുരം. IPL 18ാം സീസണ് മാർച്ച് 22-ന് തുടക്കമാകും. ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. കൊൽക്കത്ത ഈഡൻ ഗാർഡൻ സ്റ്റേഡിയത്തിലാണ് മത്സരം. മെയ് 25 നടക്കുന്ന ഫൈനലും കൊൽക്കത്തയിൽ തന്നെയാണ്. ഇത്തവണ മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും 2 തവണ ഏറ്റുമുട്ടും. മാർച്ച് 23-ന് ചെന്നൈയിലാണ് ആദ്യ മത്സരം. സഞ്ജുവിന്റെ രാജസ്ഥാൻ റോയൽസിന്റെ ആദ്യ മത്സരവും ഇതേ ദിവസം തന്നെ ഹൈദരാബാദിനെതിരെയാണ്. 13 വേദികളിലായി 74 മത്സരങ്ങളാണ് സീസണിൽ ആകെയുള്ളത്. 24 റൗണ്ട് പൂർത്തിയാവുന്നു.